തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ SIR നടപടികൾ നിർത്തിവെക്കണം. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. ഈ ദിവസത്തെ പ്രധാന വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10ലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ SIR നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. ചീഫ് സെക്രട്ടറി ജയതിലകാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. SIR-ഉം തദ്ദേശ തിരഞ്ഞെടുപ്പ് നടപടികളും ഒരേ സമയം നടത്തിയാൽ ഭരണ സംവിധാനം സ്തംഭിക്കുമെന്നാണ് ഹർജിയിൽ പറയുന്നത്. തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഭരണഘടനാപരമായ ബാധ്യതയാണെന്നും ചൂണ്ടിക്കാട്ടുന്നു. SIR നടപടികൾ ഡിസംബർ 21 വരെ നിർത്തിവെക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കോഴിക്കോട് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥി സംവിധായകൻ VM വിനുവിന് 2020-ലും വോട്ടില്ലെന്ന് കണ്ടെത്തൽ. മലാപ്പറമ്പ് ഡിവിഷനിലെ വോട്ടർ പട്ടികയിലാണ് വിനുവിന്റെ പേര് ഇല്ലാതിരുന്നത്. താൻ വോട്ട് ചെയ്തിട്ടുണ്ടെന്നും കോർപ്പറേഷൻ പട്ടിക അട്ടിമറിച്ചുവെന്നുമാണ് വിനുവിന്റെ പ്രതികരണം. പുതുക്കിയ വോട്ടർ പട്ടിക ഇന്നലെ പുറത്തിറങ്ങിയപ്പോഴാണ് വിനുവിന് വോട്ടില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയുന്നത്. പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി BJP-യിൽ പൊട്ടിത്തെറി. അവസാന കാലഘട്ടത്തിൽ ഒരു വിഭാഗം തന്നെ ഒറ്റപ്പെടുത്തി ക്രൂശിച്ചുവെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനിലേക്ക് പോലും തന്നെ ക്ഷണിച്ചിട്ടില്ലെന്നും സ്വന്തക്കാരെ തിരുകി ഏകപക്ഷീയമായാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്നും പ്രമീള ശശിധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുമെന്നും പമ്പയിലേക്ക് സ്പോട്ട് ബുക്കിംഗ് കുറയ്ക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ. മരക്കൂട്ടത്തെയും ശവംകുത്തിയിലെയും ക്യൂ കോംപ്ലക്സുകൾ ഉപയോഗിക്കും. അപകടകരമായ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. 20,000 ബുക്കിംഗുകൾ പൂർത്തിയായാൽ അടുത്ത ദിവസം മാത്രമേ സ്പോട്ട് ബുക്കിംഗ് പുനരാരംഭിക്കൂവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പ്രശംസിച്ച് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ. പ്രധാനമന്ത്രി വികസനത്തിനു വേണ്ടിയുള്ള വ്യഗ്രതയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് തരൂർ തന്റെ പോസ്റ്റിൽ കുറിച്ചു. കൊളോണിയലിസത്തിന് ശേഷമുള്ള മാനസികാവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകണമെന്ന് പ്രധാനമന്ത്രി വാദിക്കുകയും ചെയ്തതായി ശശി തരൂർ പറഞ്ഞു. ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനത്തിന് മുൻപുള്ള ഉമർ നബിയുടെ വീഡിയോ പുറത്ത്. ആക്രമണത്തെ ന്യായീകരിക്കുന്ന ഇംഗ്ലീഷിലുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ഭീകരാക്രമണത്തിന് ഏതാനും ദിവസങ്ങൾ മുമ്പെടുത്തതാണ് ഈ വീഡിയോ. ചാവേർ ആക്രമണത്തെ ന്യായീകരിച്ചാണ് ഉമർ വീഡിയോയിൽ സംസാരിക്കുന്നത്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത BJP പ്രവർത്തകൻ തിരുമല സ്വദേശി ആനന്ദ് തമ്പിയെ തള്ളിപ്പറഞ്ഞ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷിനെതിരെ രൂക്ഷ വിമർശനവുമായി RSS നേതാവ് രംഗത്ത്. വെള്ളായണിയിൽ താമസിക്കുന്ന സുരേഷിന് തൃക്കണ്ണാപുരത്തെ പ്രവർത്തകരെ അറിയില്ലെങ്കിൽ അത് സ്വന്തം കുറവാണെന്നേ പറയാനാവൂ എന്നാണ് RSS മണ്ഡൽ കാര്യവാഹായ അഖിൽ മനോഹർ ഫേസ്ബുക്കിൽ കുറിച്ചത്. കോഴിക്കോട് പയ്യോളിയിൽ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ വയോധികനിൽ നിന്നും 1.5 കോടി രൂപ തട്ടിയെടുത്തതായി പരാതി. ED ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേനയായിരുന്നു തട്ടിപ്പ്. വാട്സ്ആപ്പ് വീഡിയോ കോളിലൂടെയായിരുന്നു ഡിജിറ്റൽ അറസ്റ്റ്. ഗാസയിൽ അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കാനുള്ള കരട് പ്രമേയം അംഗീകരിച്ച UN സുരക്ഷാ സമിതി. എതിരില്ലാത്ത 13 വോട്ടുകൾക്കാണ് പ്രമേയം പാസ്സായത്. അതിർത്തി സുരക്ഷിതമാക്കുന്നതിനും ഗാസയിലെ സൈനികവൽക്കരണം അവസാനിപ്പിക്കുന്നതിനും സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനും പുതുതായി പരിശീലനം ലഭിച്ച പലസ്തീൻ പോലീസിനൊപ്പം ഇസ്രായേലും ഈജിപ്തും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പ്രമേയത്തിൽ പറയുന്നു. CPI മുൻ സംസ്ഥാന സെക്രട്ടറിയും MP-യുമായിരുന്ന S കുമാറിന്റെ ഭാര്യ ശാന്താംബിക ദേവി അന്തരിച്ചു. റിട്ടയർഡ് സബ് രജിസ്ട്രാർ ആയിരുന്നു. മക്കൾ സന്തോഷ് SK, സീന SK, ശ്രീല SK, മരുമക്കൾ സിന്ധു, സുനിൽകുമാർ, റംജു ജയൻ. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.